പിന്നെ ഇത് മാത്യു ഡ്രാഫ്റ്റ് ചെയ്തതാ കൺസ്യൂമർ കോർട്ടിൽ കൊടുക്കാൻ. റെയിൽവേയുടെ സർവീസ് ചാർജ് വണ്ടി നിറങ്ങിയപ്പോ തന്നെ ഒരെണ്ണം ഒപ്പിച്ചെടുത്തു. വെറുതെ അല്ല തന്നെ വക്കാലത്ത് നാരായണൻകുട്ടി എന്ന് വിളിക്കുന്നത്. മിസ് മാത്യു pour it in 3 cups. 3 കപ്പിലായിട്ട് കുടിക്കണം. Don't pour it like that. Look here. Pour it. Sir. Thank you. Well drafted, Matthew. Notwithstanding anything stated above, in the facts and circumstances of the case, provided that hence for the ground stated in the petition, എന്നൊക്കെ ഇടയ്ക്ക് തിരി ഇയാൾ ഇംഗ്ലീഷ് ആണെന്ന് കരുതുന്ന വക്കീലന്മാരും ഉണ്ട്. പക്ഷെ മാത്യുവിന്റെ ഡ്രാഫ്റ്റിംഗ് അങ്ങനല്ല. താങ്ക് യു സർ. ഞാനും നാരായണൻകുട്ടിയും വിചാരിച്ചാൽ മാത്യുവിനെ സുപ്രീം കോടതിയിൽ എത്തിക്കാം. താങ്ക് യു സർ. എന്നാ അമാവാസി, കർത്തവാവ് ഇന്നും കൂടെ ഉണ്ടല്ലോ. നേരത്തെ പറ. അവളുതാൻ അമാവാസി എന്നോட വൈഫ്. Good morning, sir. Morning. This is my once again, good morning, sir. ഞാൻ ജോയിൻ ചെയ്യാണ്. എൻ്റെ പേപ്പേഴ്സ് ഒക്കെ. നമസ്കാരം. നമസ്കാരം. Good morning. തിരുവനന്തപുരത്ത് സംസ്ഥാന സമ്മേളനം കൊണ്ടുവന്നത് നമ്മുടെ ശ്രമം കൊണ്ടാ. സാറിന്റെ ശ്രമം കൊണ്ടാ. കലക്കണം. കലക്കണമെങ്കിൽ പിരിക്കണം. അല്ല പിരിക്കാം, പക്ഷെ ഒരു പാർട്ടി ഒന്ന് കണ്ണടക്കണം. പകൻ അഡ്മിനിസ്ട്രേഷൻ. സാറേ, ഈ കടലാസ് എവിടെയാ കൊടുക്കണ്ടേ? ഇതാ ശോശാമയുടെ സെക്ഷനിലെ അവരവധിയില്ല, പ്രസവാവധി. അയ്യോ, എന്റെ കിടപ്പാടത്തിന്റെ കാര്യം. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരൂ, ഗംഗാരേട്ടൻ വരട്ടെ. പുറത്ത് നിന്നാ മതി. എപ്പോഴാ പ്രസവം? സാർ ചായ ഇപ്പൊ കൊണ്ടുവരാം. സാറന്മാരെ, വക്കാലത്ത് നാരായണൻകുട്ടി സാറ് ചാർജ് എടുക്കുന്ന ദിവസമല്ലേ? നല്ല ഉഗ്ര മുളക് വെച്ച് പറയട്ടോ. വക്കാലത്തിന്റെ പേരിലെ മുളകൊയ്യാകുമ്പോ എരിവുശാല കൂടും. അതെയോ? ശരി, വൈകിട്ട് കാണാം. പോടാ കള്ള. ദേ, തമാശ കുറെ കൂടുന്നുണ്ട് കേട്ടോ. ഓ ശരി ശരി. അതെ. അയ്യോ, എനിക്ക് വയ്യ. ഓ ശരി ശരി. കറക്റ്റ് 12:15, 12:15. ഈ കാര്യ സുന്ദരി വളരെ പഞ്ചല. സാറ് ഊണ് കഴിക്കില്ലേ? 1 മണിക്കല്ലേ ലഞ്ച് ബ്രേക്ക്?
യെസ്, വിളിച്ചോ? ഓ, സാറേ എന്റെ കിടപ്പാടം ഒന്ന് തല ചാക്കി ഇടല്ലേ സാറേ. സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഒരു പന്തലും കെട്ടി കിടന്നാ മതി, അവിടെ കുറെ പേരുണ്ടല്ലോ. സാർ സാർ ഇതൊരു ശല്യമായി തീർന്നല്ലോ. ഒന്ന് ഒപ്പിട്ട് കിട്ടിയാ മതി സാർ. സമയമാവുമ്പോ ഒപ്പിട്ട് തരും. അതെനിക്കറിയാം സാർ. സമയമാകുമ്പോ സ്ഥലം പതിച്ചേരായിരിക്കും പറ്റില്ല. നിങ്ങൾ തന്നില്ലെങ്കിലും ഈ കിളവിക്ക് 6 അടി മണ്ണ് അവകാശപ്പെട്ടതാ. തല എങ്ങി വന്നേ. ഭീഷണി ഭീഷണി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആത്മഹത്യാശ്രമത്തിന് കേസ് ചാർജ് ചെയ്യാം, പിടിച്ച് ജയിലിലിടാം. അല്ലേ വക്കാലത്തെ? ആ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന സകല പരാതിക്കാരുടെ നേരെ കേസ് ചാർജ് ചെയ്യേണ്ടി വരും, അല്ലേ സാറേ? അണ്ണാ ആദ്യം ജിലി ബജ്ജി, പിന്നെ ചായ. സോമേട്ടന്റെ സീനിയോറിറ്റി കേസിന്റെ വിധി പറഞ്ഞല്ലോ. ഇനി സോമേട്ടൻ സീനിയറാ. സെന്തിൽകുമാറിന്റെ റിവേഴ്സിന് ഉറപ്പാ. ഇനി ആപ്പീസ് വരാൻ നല്ല രസമായിരിക്കും. കീരി പാമ്പും തമ്മിലുള്ള സ്റ്റണ്ട് കാണാം. സാറ് കൂടി ഒരെണ്ണം എടുക്കണം. സർക്കാരിനെ സേവിക്കുന്നവരെ ആദ്യം സേവിക്കട്ടെ. ആ, സ്വാഗത സംഘത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. 2 റൗണ്ട് കളിച്ചിട്ടുള്ള മീറ്റിംഗ് എല്ലാം അത് ശരിയാ. ഒരു നാടാണ്. ഞാനും ഇറങ്ങുക. നേരത്തെ പോയില്ലെങ്കിൽ ലിമിറ്റഡ് കിട്ടുകയില്ല, അതാ. നാളെ കാണാം. ഓ, സാറ് പോണില്ലേ? 5 മണി വരെയല്ലേ ഓഫീസ് ടൈം? പിന്നെ എന്താ പേര്? കൃഷ്ണമ്മ. ഒക്കെ ശരിയാവും കേട്ടോ. എവിടുന്ന് ശരിയാവാനാ? ശോശാമയുടെ പ്രസവം, ജെയിംസിന്റെ വീട് പണി, ഗംഗാധരന്റെ സീരിയല്, ഇതൊക്കെ കഴിഞ്ഞ് എന്റെ കടലാസ് മേലുദ്യോഗസ്ഥന്റെ കയ്യിൽ എത്തുമ്പോഴേക്കും ഞാൻ അങ്ങ് മേലോട്ട് എത്തിയിരിക്കും സാറേ. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇന്ന് ജോയിൻ ചെയ്തോളൂ. ഫയലൊക്കെ ഒന്ന് നോക്കട്ടെ. ആ പേപ്പർ കണ്ടു തരും. കാര്യം ശരിയായാലേ ഞാൻ സാറിനെ വന്നൊന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും കൈക്കൂലി ഇപ്പോഴെന്റെ കയ്യിൽ ഒന്നുമില്ല സാറേ. ഹലോ, മുഖ്യമന്ത്രിയല്ലേ? അതെ, മുഖ്യമന്ത്രിയാ. ആ, പേര് പറ. എന്റെ പേര് നാരായണൻകുട്ടി. ആ, എന്താ കുട്ടി? ഏടുന്നാ? തിരുവനന്തപുരത്ത്. ലോക്കലാ? ആ, എന്താ പരാതി? എന്റെ സ്വന്തം കാര്യമല്ല സാർ. ശാലയിൽ താമസിച്ചിരുന്ന കൃഷ്ണമാൾ എന്ന് പറഞ്ഞൊരു വിധവ കഴിഞ്ഞൊരു പെറ്റീഷൻ കൊടുത്തിരുന്നു. അവിടെ ഒരു ഫാക്ടറി തുടങ്ങിയില്ലേ സാറേ? അപ്പോ ഗവൺമെന്റിൽ നിന്ന് ലാൻഡ് അക്യൂർ ചെയ്തപ്പോ അവരുടെ കിടപ്പാടം പോയി. പകരം ഗവൺമെന്റിൽ നിന്ന് സ്ഥലം കൊടുക്കുന്നൊക്കെ പറഞ്ഞൊരു സർക്കുലർ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോഴും ചുവപ്പ് നാടെ കുടുങ്ങി കിടക്കുക. ലാൽ സലാം. ആ, ഇപ്പൊ എന്താണ് പൊസിഷൻ? സാങ്ഷൻ പേപ്പർ ക്ലാർക്ക് ഒന്ന് വെരിഫൈ ചെയ്താൽ മതി സാർ, ബാക്കിയൊക്കെ ഓക്കെയാ. ആ, പിന്നെന്താണോ ഓൻ വെരിഫൈ ചെയ്യാത്തത്? അതാണ് പരാതി സാർ. റൈറ്റ്. ആ, കൃത്യവിലോപ. അതെ അതെ. ആ, കൃഷ്ണമാളോട് ഒരു പരാതി എഴുതി കൊടുക്കാൻ പറ. ശരി സാർ. സാറേ, പിന്നെ ഈ സർക്കാർ ഓഫീസിലെ ആ. സ്റ്റാഫുകളൊന്നും കൃത്യസമയത്ത് വരുന്നില്ല സാർ. ഓ, വന്നാൽ തന്നെ അവര് സമയത്തിന് മുമ്പ് തിരിച്ചു പോവാ. കൃത്യമായിട്ട് എങ്ങനെ പറയുന്നു? സാറേ, ഞാനിപ്പോ സെക്രട്ടേറിയറ്റില്ല, ഡെപ്യൂട്ടേഷനില്ല. ഇതാരപ്പ ഞാനറിയാതെ സെക്രട്ടേറിയറ്റിൽ ഒരു നാരായണൻകുട്ടി. എന്താ? ആ, നമ്മടെ വക്കാലത്ത് നാരായണൻകുട്ടിയാ. അതെ സാർ, ലാൽ സലാം. പിന്നെ നമുക്ക് ശരിക്കും അറിയാപ്പാ. ഓനറിയാത്ത ഏത് മന്ത്രിയാ ഇവിടെ ഉള്ള? നമ്മടെ ശശീന്ദ്രക്കുറുപ്പിനെ കസേരന്ന് തള്ളിയിട്ടോന്നല്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ആ, സാർ. പിന്നെ കൃഷ്ണമാള് കാര്യത്തിൽ ഈ ഒന്ന് ഇടപെടും. ഓ, സ്പീഡാക്ക്. ഓ, ഞാനും നോക്കാം. ശരി സാർ, ലാൽ സലാം. ലാൽ സലാം. ആ, ഇല്ലെങ്കിൽ ഓൻ നമ്മളെ കോടതി കേട്ടു. ആ, അല്ല, ഈ നാട്ടിൽ ഇങ്ങനെയും ചിലരൊക്കെ വേണപ്പാ. ഓൻ നമ്മുടെ ആളാ. സാർ, നമ്മുടെ വക്കാലത്ത് നാരായണൻകുട്ടി ടിവിയില്. വക്കാലത്ത് നാരായണൻകുട്ടി. ഞാൻ സാറിനൊന്ന് കാണാൻ വന്നതാ. എല്ലാം ശരിയായി അല്ലേ? ആ, ഒക്കെ ശരിയായി. കിടപ്പാടം അനുവദിച്ചു കിട്ടി.
മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് വന്ന് നോക്കിയതല്ലേ? ഒരു വക്കാലത്ത് നാരായണൻകുട്ടിയാ മന്ത്രിയെ കൊണ്ടായി ചെയ്യിപ്പിച്ചത്. സാറേ, എനിക്ക് ആ കുട്ടിയൊന്ന് നേരിട്ട് കാണണം. സാറിന് ആളെ അറിയാവോ? ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. കൊള്ളാം നിന്റെ ഗുരുഭക്തി, നീ നന്നായി വരും. സമഹീന ജായന്മാരെ പറ്റിയുള്ള ഗുണാഭിനിവേശം, ഹീനസന്ധികൾ അറിയുമോ? ഇല്ല. നിനക്കറിയുമോ വക്കാലത്തെ? അർത്ഥശാസ്ത്രമാണ് ചാണക്യൻ ദ ഗ്രേറ്റിന്റെ അർത്ഥശാസ്ത്രം. ശക്തിയെ സമ്പാദിപ്പാൻ ആഗ്രഹിക്കുന്നവൻ 6 ഗുണങ്ങൾ ഉപയോഗിക്കണം. തന്നെക്കാൾ അധികം ശക്തിയുള്ളവരോട് യുദ്ധം ചെയ്യരുത്, സന്ധി ചെയ്യണം. കാലാൽ പടയാളി ആനയോട് യുദ്ധം ചെയ്താൽ എങ്ങനെ ഇരിക്കും? മരണം സുനിശ്ചിതം. തനിക്ക് സമനായിട്ടുള്ളവരോടും യുദ്ധം ചെയ്യരുത്. ചെയ്താൽ ഒരു മൺകലം മറ്റൊരു മൺകലത്തെ മുട്ടിയതുപോലെ രണ്ടും പൊട്ടും. അവിടെയും സന്ധി ചെയ്യണം. തന്നെക്കാൾ ശക്തി കുറഞ്ഞവനെ അടിച്ചു വീഴ്ത്തണം. മൺകലം കല്ലെറിഞ്ഞ് പൊട്ടിക്കാം. മനസ്സിലായോ മാത്യു? ഇല്ലെങ്കിൽ നീ ഒന്ന് വീശ്. என்ன பௌர்ணமி? அப்படியா? எங்க கோழிக்கோடா? சரி சரி, நான் ஒரு 2 hours வந்துடுறேன். அவளதான் பௌர்ணமி, என்னோட வைஃப். കോഴിക്കോട് ആരോ ചന്ദ്രനെ ദർശിച്ചു. അപ്പൊ ഇന്ന് മുതൽ 15 നാൾ പൗർണമി. സാർ, ഞാൻ കുറെ കാലമായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുക. ഒരു ഭാര്യ നിലവിലിരിക്കെ രണ്ടാമതൊരു ഭാര്യ നിയമവിരുദ്ധമായി. ഞങ്ങൾ പറഞ്ഞതാ വേണ്ടെന്ന്, പക്ഷെ അല്പം കൂടിപ്പോയി. ഒന്നാ കട്ടിലേക്ക് എടുത്ത് വെച്ചേരും. ഗുഡ് നൈറ്റ്. ഇങ്ങേ വാ. 6 AM to 6 PM നിയമം കലക്കി കുടിച്ചവൻ. 6 PM to 6 AM യാതൊരു നിയന്ത്രണവുമില്ലാതെ മദ്യത്തിൽ എന്തും കലക്കി കുടിക്കുന്നവൻ. വളരെ ഓപ്പണാ. മദ്യത്തിന്റെ പുറത്ത് തോളത്ത് കൈയിട്ടുന്ന് വെച്ച് ആ സ്വാതന്ത്ര്യം നാളെ ഓഫീസിൽ കാണിക്കണ്ട. ഭയങ്കര സ്ട്രിക്റ്റാ. മാത്യു, അല്പം കൂടി നേരത്തെ ഓഫീസിൽ വരണം. യു ഷുഡ് കം ലിറ്റിൽ ബിറ്റ് ഏർലിയർ. എക്സാക്ട്ലി 8 o'clock ഓഫീസിൽ ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? ഹെവി ട്രാഫിക്. നോ എക്സ്ക്യൂസ്. ഡിലേഡ് ജസ്റ്റിസ് ഇസ് ഡിനൈഡ് ജസ്റ്റിസ്. അതുപോലെ ഡിലേഡ് പെർഫോമൻസ് ഇസ് നോൺ പെർഫോമൻസ്. ഐ എം സോറി സർ. പൗരന്മാർ നടപ്പിലാക്കേണ്ട സാധാരണ നിയമങ്ങൾ വെറും 10 രൂപ. 2 വീലറിൽ പോകുമ്പോൾ കുട പിടിക്കാമോ? ബസ്സിൽ വെച്ച് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ ബസ് നിർത്താൻ ആവശ്യപ്പെടാമോ? ഇങ്ങനെ ഒത്തിരി നിയമങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ആദ്യ ജനനം മുതൽ അവസാനത്തെ മരണം വരെ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി നിയമങ്ങൾ. വെറും 10 രൂപ. വാങ്ങിക്കൂ, വായിക്കൂ. അതെ 10 രൂപ. 10 രൂപ ആർക്കാ വേണ്ടത്? 10 രൂപ. അയ്യോ, ഇതാര്? വക്കാലത്ത് നാരായണൻകുട്ടി സാറോ? സാറിനെത്തിനാ സാറേ ഈ പുസ്തകം? കൊല്ലം നടത്തിയ സൂചി വിൽക്കോ സാറേ? ഭരണഘടന മുതൽ ട്രാഫിക് നിയമം വരെ സാറിന് ബൈഹാട്ടല്ലേ? എന്താ പേര്? ബോബി, ക്യാപ്റ്റൻ ബോബി. സാറേ കത്തി, ലൈറ്റ് പച്ച കത്തി. സാറേ എന്നെ അപ്പുറത്തോട്ടൊന്നാക്കിക്കാം. ആവശ്യം അറിഞ്ഞിരിക്കേണ്ട നിയമം. നളിനാക്ഷൻ PP. അല്ല സാറ് ഈ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും പോവാണോ അതോ ഈ സിനിമയിലെ ഡമ്മി പോലീസാണോ? എന്താ? ഒന്നുമല്ല സാർ, ഒറിജിനൽ ട്രാഫിക് പോലീസ് തന്നെയാണോ അറിയാൻ വേണ്ടി ചോദിച്ചതാ. താനെന്നെ കളിയാക്ക? കളിയാക്കിയതൊന്നും അല്ല സാറേ. ആ ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? ബ്രാൻഡി ഷാപ്പെന്നോ മൂത്രപ്പെരാന്നൊന്നും അല്ലല്ലോ. എന്താ സാറാ ബോർഡൊന്ന് വായിക്കണം. വായിക്കണം സാറേ. നോ പാർക്കിംഗ്. സാറിന് അതിന്റെ അർത്ഥം മനസ്സിലായോ?
ഇവിടെ വാഹനങ്ങളൊന്നും നിർത്തിയിടാൻ പറ്റില്ല എന്നാണ് എന്റെ അർത്ഥം. പാവ ഇംഗ്ലീഷ് അറിയത്തില്ല സാറേ. ഞാൻ എന്നെ പഠിപ്പിക്കണ്ട. സാർ ചൂടാവല്ലേ? ഈ കിടക്കണ സാധനം എന്താ? സാൻഡ്രോ. അതെന്താ ഒരു വാഹനല്ലേ? കേസ് ചാർജ് ചെയ്യണം സാറേ. സാറിന്റെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ഒരു തോന്നിവാസം നടക്കുമ്പോ നോക്കിയേക്ക. കൺട്രോൾ റൂമിലേക്ക് വിളിക്കണം സാർ. എന്നിട്ട് ആ ക്രാപ്പ് കൊടുക്കുന്നത് പൊക്കിയെടുത്തോണ്ട് പോകാൻ വരണം. കഷ്ടം. ഒരു നിയമപാലകന്റെ കൺമുമ്പിൽ വെച്ച് നിയമം ലംഘിക്കപ്പെടുന്നു. നമ്മുടെ നാടിന്റെ ശാപം. വില 10 രൂപ. നാട്ടുകാരുടെ വിവരക്കേട് വില 10 രൂപ. അധികാരികൾ ഉണ്ടാക്കുന്ന ഗതികേടാ. ഇത് ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട സാറേ. നോക്കി നിൽക്കാതെ ഇത് പൊക്കിയെടുത്തോണ്ട് പോണം സാറേ. സാർ ആർക്കിട്ടെ സലാം വെക്കുന്നത്? സാർ DGP-യുടെ മോളാ. എങ്ങനെ 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 DGP കുര്യൻ സാറിന്റെ മോളാ. എങ്കിലും ഈ വിവരം സാറൊന്ന് നേരത്തെ പറയണ്ടേ? സോറിട്ടോ, ആളെ മനസ്സിലായില്ല. നോ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തതിനെ ചൊല്ലി ഞാനും മൂപ്പരും തമ്മിൽ ഒരു കശപിശ നടക്കുകയായിരുന്നു. മൂപ്പരുടെ കാല് കൂട്ടിയിരിക്കുന്നത് കണ്ടാ തിരിഞ്ഞു നോക്കിയത്. നോക്കിയപ്പോ മഹാറാണി. തമ്പുരാട്ടി തിരുവിതാംകൂർ കോലത്തുനിന്നാണോ തൃപ്പൂണിത്തുറ പാലസിനാണോ അതോ നിലമ്പൂർ കൊട്ടാരത്തിനാണോ? അറിയാൻ പാടില്ലാത്തത് ചോദിച്ചതാ. ഓ വേണ്ട വേണ്ടത് സാറേ. DGP-യുടെ മുൾക്കുന്ന നിയമം വേറെയാണോ സാറേ? കേസ് ചാർജ് ചെയ്ത് വണ്ടി പിടിച്ചെടുത്ത പെണ്ണിനെ തൂക്കി ആത്തണം സാറേ. ഞാൻ എന്ത് ചെയ്യാനാണ് സാർ? DGP-യുടെ മോൾക്കെതിരെ കേസ് ചാർജ് ചെയ്താൽ സാറിന് അട്ടപ്പാടിലേക്ക് സ്ഥലം മാറ്റി. ഇനിയിപ്പോ സാർ അങ്ങനെ ചെയ്തില്ല വെച്ചാൽ സാറിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. ഏത് വേണം സാർ എന്നെ തീരുമാനിച്ചു. ട്രാഫിക് നിയമം 10 രൂപ. 10 രൂപ. 10 രൂപ. വാങ്ങിക്കണം സാർ. സാറേ സാർ ഇതൊന്ന് വായിച്ച് പഠിക്കും. ഇടിക്ക് സാർ. ഒരു മിനിറ്റ്. എല്ലാ പാർട്ടി ഒരുമിച്ചാണല്ലോ. ഇന്ന് എന്തിനെതിരെ സമരം? മദ്യത്തിനെതിരെ. വൈകുന്നേരം വരെ തൊള്ള പറഞ്ഞാൽ എന്നാ കിട്ടും? ഊറടിക്കാനുള്ള ചിക്കലി.